ഞാൻ പറയുന്ന കേട്ട അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം. മോൻ ഗൾഫിലാണെന്ന് അറിയാലോ. ഞാൻ എന്തെങ്കിലും ചെയ്താൽ തന്നെ ഒരൊറ്റ കുഞ്ഞുപോലും ഇവിടെ അറിയില്ല. പറഞ്ഞു കേട്ടില്ലേ? എവിടെ പോയതാ? രാവിലെ തന്നെ എന്നോട് പറയണ്ട ഓടാൻ പോയോ എന്തോ. ഏട്ടാ എടോ, ഞാൻ ഇവിടെ ഉണ്ട്. അത് ശരി, രാവിലെ എനിക്ക് അതിന്റെ മേലെ പോയി നിൽക്കാൻ. ഞാൻ ഇവിടെയൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. വാ താഴോട്ടിറങ്ങ. അവിടെ കേടോ, ഞാൻ കുറച്ചു നേരെ ഇവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ. എന്റെ ഏട്ടാ, നിങ്ങൾ ഗൾഫിൽ പോകുന്നതിന് മുമ്പേ ഇവിടെ തന്നെയല്ലേ ഇരുന്നത്? അപ്പില്ലാത്ത പ്രത്യേകത എന്തപ്പോ? അല്ലെങ്കിലും ഈ ഗൾഫുകാർക്ക് എപ്പോഴും ഒരു നൊസ്റ്റാൾജിയ ഉണ്ടല്ലേ? അത് ഈ ഒരു പ്രാവശ്യം പ്രവാസിയായിരുന്നവർക്കേ നാടിന്റെ ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലായാലോ കുട്ടിയെ. നിങ്ങൾ അവിടെ നിന്ന് ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് വാ, ഞാൻ ചായ എടുത്ത് വെക്കാം. എന്താ അച്ഛൻ ഈ ചെയ്യുന്നത്? ഡോക്ടർ ശരീരം ഇളക്കണ്ട പറഞ്ഞല്ലേ, പിന്നെ അച്ഛൻ എന്തിനാ ഈ പണി ചെയ്യുന്നത്? അത് സാരമില്ല മോനെ, അച്ഛന് കുഴപ്പമൊന്നുമില്ല. അത് അച്ഛനാണോ തീരുമാനിക്കുക? പിന്നെ ഡോക്ടർമാർ വെറുതെ പറഞ്ഞാണോ? ഈ ആര് പറഞ്ഞത് അനുസരിക്കാത്തതുകൊണ്ട് അച്ഛന് അസുഖം ഇങ്ങനെ മാറാതിരിക്കുന്നത്? അതവിടെ അച്ഛേ, ഞാൻ ചെയ്തോളാം. പിന്നെ ഗൾഫിൽ നിന്ന് വന്ന് നിങ്ങളല്ലേ ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടാ. ഈ അച്ഛനെ കൊണ്ട് ഞാൻ എത്ര പറഞ്ഞാലും കേൾക്കില്ല അല്ലേ? അച്ഛനോട് വെച്ചേ, ഞാൻ ചെയ്തോളാം. എടോ, അടിക്കലും തുടക്കലൊന്നും എനിക്ക് പുതുമയല്ല. അവിടുത്തെ റൂം ഞങ്ങൾ തന്നെ വൃത്തിയാക്കുക. നീ അച്ഛനെ കൊണ്ട് എങ്ങനെയും പണിയെടുപ്പിക്കാണ്ട് നോക്കണേ. ഞാൻ ഓരോ പണി ചെയ്യിപ്പിക്കേട്ടാ. ഈ അച്ഛൻ ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കില്ല. കണ്ണ് തെറ്റി ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ? ഏട്ടൻ പോയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും അനിയനൊക്കെ വരും. അവരവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഞാൻ എത്ര നന്നായിട്ട് അച്ഛൻ നോക്കണം നോക്ക്, ഒന്ന് ചോദിക്കേ. കണ്ടോ അച്ഛാ, എത്ര നന്നായിട്ട് അവിടെ നോക്കുന്നത്, എന്നിട്ടും അസുഖം മാറാത്തെ അച്ഛന്റെ കയ്യിലിരിപ്പുണ്ടാ? ഒന്ന് പറഞ്ഞത് അനുസരിക്കച്ചാ. അയ്യോ, അച്ഛൻ രാവിലെ കഴിക്കേണ്ട മരുന്ന് ഞാൻ എടുത്തു തന്നില്ലല്ലോ. അതവിടെ വെച്ചേ, ഞാൻ കൊണ്ടുവരാം. അപ്പൊ സ്വന്തം മോളെ പോലല്ലേ അച്ഛാ അവിടെ നോക്കുന്നത്. ഇനി അവള് പറഞ്ഞത് അനുസരിക്കേ. എനിക്ക് അച്ഛൻ്റെ അസുഖം ഓർത്തിട്ട് ദുബായി കണ്ട ഒരു സമാധാനമില്ല. അവള് പറഞ്ഞ പോലെ ഇരുന്ന അസുഖമൊക്കെ മാറുമല്ലോ, എന്നാൽ എനിക്ക് മനസ്സമാധാനം അവിടെ ഇരുന്നൂടെ? എടാ സന്ധ്യേ, നീയും പാടോ? അത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് വേണ്ടേ? നീയും കൂടി വന്നാലേ നമുക്ക് സാധനമൊക്കെ മേടിച്ചപ്പോ അതൊക്കെ തിരിച്ചു തരാം. എന്റെ ഏട്ടാ, ഞാനൊന്നുമില്ല. ഒന്നാമത് പൊരി വെയില. നിങ്ങക്ക് ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ അനീഷിനെ കാണാണ്ട് ഇരിക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ അതിന്റെ അപ്പുറമില്ല വീട്. നടന്നു പോകുന്നത് എനിക്ക് വയ്യ. നിങ്ങൾ വേഗം പോയിട്ട് വാ. എന്റെ സന്ധ്യേ, നിന്നെ പോലത്തെ പെൺകുട്ടികളെ കാണാനേ ഈ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. പിന്നെ ഭർത്താക്കന്മാര് പുറത്തിറങ്ങുമ്പോഴേക്കേ ഭാര്യമാര് പിന്നാലെ ഓടും. ഇവിടെ ഒരാളുണ്ട്, ഗൾഫിലേക്ക് വിളിച്ച് അങ്ങോട്ടും വരില്ല. 2 മാസം ഇരുന്നിട്ട് ഓടിക്കതച്ച് ഇങ്ങോട്ട് വന്നതല്ലേ. നീ എത്ര പഠിച്ചടി? ഒരു ജോലിയൊക്കെ തെറ്റേ പറഞ്ഞാൽ അതും വേണ്ടല്ലേ? അല്ല കുട്ടി, നിനക്ക് വീട്ടിലിരിക്കും ഇത്ര ഇഷ്ടമാ? എനിക്ക് ഇവിടെ തന്നെ ഇരിക്കാനാ ഇഷ്ടം. അല്ല, അച്ഛൻ എന്താ പരിപാടി? പുല്ല് വളർന്നിട്ട് നിറയെ കൊതുകളുണ്ട്, അതുകൊണ്ട് ഒന്ന് പറിച്ച് കളയാന്ന്. എന്റെ അച്ഛൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലേ. അച്ഛൻ ഒന്നും ചെയ്യണ്ട, അതിനൊക്കെ ഞാൻ പണിക്കാരൻ വെക്കാം. അച്ഛൻ ആദ്യം ഒന്ന് എണീറ്റേ. സന്ധ്യ, നീ നോക്കണം കേട്ടോ, ഒന്നും ചെയ്യാൻ അയക്കരുതേ. ഞാൻ നോക്കേട്ടാ, ധൈര്യമായിട്ട് പോയിട്ട് വാ. അച്ഛാ, അവള് പറഞ്ഞത് കേക്കണേ. അതെ, അതും കേട്ട് വെറുതെ നിൽക്കണ്ടോ. വേഗം ആ പുല്ലൊക്കെ പറിച്ചേ, നിറയെ കൊതുകുള്ളതാ. ഡോക്ടർമാര് പലതും പറയും. അതും കേട്ട് അനങ്ങാണ്ടിരുന്നാലേ അസുഖമൊന്നും മാറില്ല. അതിന് മേലാണെങ്കിൽ പണിയെടുക്കാൻ തന്നെ വേണം. അത് നിങ്ങളുടെ മോൻ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ഇവിടുത്തെ എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യാൻ ഞാൻ അവിടുത്തെ വേലക്കാരിയാ? കുറെ ആയി സഹിക്കുന്നത്. ഞാൻ നിങ്ങളെ പണിയെടുപ്പിക്കുന്ന കാര്യം മോനോടൊറ്റ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ സ്വഭാവം അറിയാലോ. വേഗം പറിക്കാം അവിടുന്ന്. അളിയാ സുഹൃത്തെ, എടാ നവീന, നീയാ? എടാ, നീ 6 മാസം മുമ്പല്ലേ വന്നിട്ട് പോയത്? ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരികയാണല്ലേ? നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെ ആയി പോയില്ല അളിയാ? എന്ത് സിറ്റുവേഷൻ അളിയാ? നീ ഒന്നിനെങ്കിലും അബുദാബിയിൽ 3-4 മൊബൈൽ ഷോപ്പ് വെച്ചില്ലടാ സ്വന്തമായിട്ട്. ഞാനൊക്കെ മറ്റുള്ളവന്റെ കീഴിൽ പണിയെടുക്കല്ലേ. പിന്നെ എന്തിന്റെ വിശേഷം? കുറെ ദിവസം ലീവ് ഉണ്ടാ? എന്ത് ലീവ് അളിയാ, എല്ലാം നമ്മൾ തന്നെയല്ലേ ഹാൻഡിൽ ചെയ്യണ്ട്. അലയനില് പുതിയൊരു ഷോപ്പ് ഇടുന്നുണ്ട്, അപ്പൊ അതിന്റെ തിരക്കില്ല. എടാ, നിനക്ക് മാസം മാസം പുതിയ ഷോപ്പ് ഇടലില്ലേ പണി? ഇല്ല പൊന്നളിയെ, നീ കണ്ണ് വെക്കല്ലേ.
അല്ല ഇപ്പൊ അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛനിപ്പം കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. എന്തായാലും ഇപ്പൊ അച്ഛൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായതുകൊണ്ടേ ഭാര്യനിപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? അതൊന്നും കുഴപ്പമില്ലടാ, അച്ഛനൊക്കെ ഇവിടെ ഒറ്റയ്ക്ക് നിന്നോളൂ. ഇതിനും അച്ഛൻ ജനിച്ചു വളർന്ന നാടല്ലേ. എന്നോട് കുറെ ആയിട്ട് അച്ഛനും പറയുന്ന ഓളെ കൊണ്ടുപോകാനേ, പക്ഷെ ഓൾക്ക് താല്പര്യമില്ല അളിയാ. ഞാൻ ഒരു പ്രാവശ്യം കൊണ്ടുപോയതാ, 2 മാസം തയ്ച്ചെന്നില്ല, ഓടി ഇവിടെ എത്തി. ഓ, നീയൊക്കെ എത്ര ഭാഗ്യം ചെയ്തതിനടാ. എന്റെ പെണ്ണുങ്ങളേറ്റ കൊണ്ടുപോകാൻ പിറകെ കിടന്ന് ശല്യം ചെയ്യാ. അതിന് നിനക്ക് ഓളെ കൊണ്ടുപോകാൻ എന്താടാ? നീ ആടെ വലിയ മുതലാളിയല്ലേ, പിന്നെന്താ? അതൊന്നും പ്രശ്നമില്ലടേ. ആടെ ഒരു വലിയ ഫ്ലാറ്റിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഇപ്പൊ ഓള് കൂടെ വന്നാലേ അത് എനിക്കൊരു സമാധാനമാണ്. പക്ഷെ ഇവിടെ അമ്മയും അച്ഛനും ഒറ്റയ്ക്കല്ലടേ, അവരെ നോക്കാൻ ആള് വേണ്ടേ? എടാ നവീന, അച്ഛനമ്മനൊക്കെ നോക്കണം. എൻ്റെ അച്ഛനെയൊക്കെ ഞാൻ നല്ലപോലെ നോക്കുന്നത്. പക്ഷെ അതിന് വേണ്ടിയിട്ടല്ലടാ നമ്മൾ കല്യാണം കഴിച്ചിട്ട് വരുന്നത്, നമ്മുടെ കൂടെ ജീവിക്കാനല്ലേ. എടാ എനിക്ക് ഇവിടെ എൻ്റെ കൂടെ വരാത്തതില് എത്ര വിഷമമുണ്ടെന്ന് അറിയോ? അളിയാ നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ ഓർക്ക് വല്ല അസുഖം വന്ന് എന്താക്കോടെ ആള് വേണ്ടേ? എന്താക്കാനാടാ? ഒരു NRI ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചാൽ പോരെ? എത്ര വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കാലോ. ഇൻഷൂർ ഒരു വിഷയമല്ല അളിയാ, അത് എത്ര വേണം എടുക്കുക. പക്ഷെ അതല്ലാലോ, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ ഈ അച്ഛനും അമ്മയും തന്നെ ഓടണ്ടേ? അതൊന്നും വേണ്ട നവീനെ. നീ ഇപ്പൊ ലോകത്ത് എവിടെ ഇരുന്നാലും നിനക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഡോക്ടർ അപ്പോയിന്റ്മെന്റ്, ലാബ് ടെസ്റ്റ് ഒക്കെ ബുക്ക് ചെയ്യടാ. ഇപ്പൊ മരുന്നിന് പോലും പുറത്തിറങ്ങണ്ട, അതുപോലും വീട്ടിലെത്തിച്ചേരാനുള്ള സൗകര്യം ഉണ്ട്. അത് ശരി. എടാ ഈ ഒരു ഇൻഷുറൻസിൽ ഇത്രയും ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നാ? നമ്മളറിയില്ലേ. അല്ലെങ്കിൽ ഇപ്പൊ ഓളെ എപ്പോഴേ കൊണ്ടുപോകാനെ? അല്ല അത് അങ്ങനെ എടുക്കാമെന്ന് പറയും. എടാ അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇതാ ഈ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്തിട്ട് ഒരു 25% വരെ ഡിസ്കൗണ്ടോട് കൂടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. പിന്നെ ക്ലെയിമിന്റെ കാര്യത്തിന് നമ്മളൊന്നും ഓടി നടക്കുന്ന ആവശ്യമില്ല കേട്ടോ. അതിന് അവരിന്റെ ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറിന്റെ സഹായം കിട്ടും. എന്തായാലും 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ട് കിട്ടും. പിന്നെ ഈ പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാളേ നാട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു 35% വരെ കുറഞ്ഞ ചെലവിൽ എടുക്കാൻ പറ്റും. അത് ശരി. ഇതൊക്കെ ഒന്ന് നേരത്തെ പറഞ്ഞതിൻ്റെ അളിയാ. കൊണ്ടുപോകാത്തതിന്റെ പേരിലേ ഓളെ വായിന്ന് എത്ര ചീത്തയിട്ടെന്നറിയോ? അല്ല ഇപ്പൊ ഓളെ പറഞ്ഞിട്ടും കാര്യമില്ല. കല്യാണം കഴിച്ചെന്ന പേരുള്ളേ ഈ അച്ഛനമ്മയും നോക്കേണ്ട പേരിലേ ഇതുവരെ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടില്ല. എന്തായാലും താങ്ക് യു ഉണ്ട് അളിയാ. താങ്ക് യു ഒന്നും വേണ്ട, നീ ഓളെ കൊണ്ടുപോയാൽ മതി. പിന്നെ അല്ലാണ്ട് ഇത് ഇന്ന് തന്നെ ശരിയാക്കട്ടെ. ഓളെ ഇപ്രാവശ്യം ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എന്നാ ശരി. എടാ സന്ധ്യേ, എടാ എന്താക്കാടാ? ഷോറൂമിൽ പോയി കാർ എടുത്തിട്ട് വേണം സിനിമയ്ക്ക് പോവാൻ. ഇപ്പൊ എവിടെ നിന്ന് ഓട്ടോറിക്ഷ കിട്ടുമെന്തോ. അത് പോയോ? എടോ, ഞാൻ തുണിയൊക്കെ ഒന്ന് മേലിടാൻ പോയതാ. ഏട്ടന് ഓട്ടോ ഉണ്ടോ നോക്കുക, അപ്പൊ ഞാൻ എത്താം. ഇനിയിപ്പോ എന്താ എത്താന്ന്? കഴിഞ്ഞില്ലേ? വേമ്പാ, ഒരു ഓട്ടോറിക്ഷ ഉണ്ട്, വേം പറഞ്ഞേ. ആ ഓട്ടോറിക്ഷയും പോയോ? അല്ല നീ എന്താ ഒറ്റയ്ക്ക് വരുന്ന? അച്ഛനെവിടെ? അച്ഛനോ? അതിന് അച്ഛനും നമ്മുടെ കൂടെ വരുന്നുണ്ടോ? പിന്നല്ലാണ്ട്. എടാ ഈ അച്ഛനും അമ്മയെ ഒരു സിനിമ പോലും വിടില്ല, എല്ലാ റിലീസ് പടവും കാണും. പക്ഷെ അമ്മ പോയ ശേഷേ അച്ഛൻ്റെ ഇഷ്ടങ്ങളൊക്കെ അങ്ങ് പോയി. കുറേ ആയിട്ട് അച്ഛനെയും കൊണ്ട് സിനിമയ്ക്ക് പോകണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ എപ്പോഴും ലീവിന് വന്നാൽ ഓരോ തിരക്കിൽ പെടും. ഇന്നെല്ലാം കൊണ്ട് ഒരു ദിവസം ഒത്തു വന്നതാ. അല്ല അച്ഛനോട് ഞാൻ പറഞ്ഞാണല്ലോ, ഇതുവരെയായിട്ട് മാറ്റി കഴിഞ്ഞില്ലേ? ഏട്ടനോട് നിന്നോ, ഞാൻ പോയി നോക്കിട്ട് വരാം. അല്ലത് എങ്ങോട്ടാ നിങ്ങൾ ഈ ഒരുങ്ങി കെട്ടിട്ട് പോകാൻ നിൽക്കുന്നത്? അവൻ സിനിമയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചു വേണ്ടിട്ട് നിങ്ങക്ക് നാണില്ലേ മനുഷ്യ? ഭാര്യയും ഭർത്താവും പോകുന്നതിന്റെ ഇടയ്ക്ക് കയറി വരാൻ വേണ്ടിട്ട്. നിങ്ങൾ എവിടേക്കും വരുന്നില്ല, കേട്ടില്ലേ? ഏട്ടൻ ചോദിച്ചാൽ അതെന്നെ പറഞ്ഞാ മതി. അതേട്ടാ, അച്ഛൻ്റെ ഏതൊരു ഫ്രണ്ട് കാണാൻ വരുന്നുണ്ട് അത്രേ. അതുകൊണ്ട് സിനിമയ്ക്ക് വരുന്നില്ല എന്നാ പറഞ്ഞത്. ഏത് ഫ്രണ്ട്? എടാ അച്ഛൻ പറഞ്ഞോണ്ടല്ലോ ഇപ്പൊ സിനിമയ്ക്ക് തന്നെ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ? വേണ്ട, ഏട്ടനെ വിളിക്കാൻ നിൽക്കൊന്നും വേണ്ട. ചിലപ്പോൾ ഒരുപാട് നിർബന്ധിച്ചു കഴിഞ്ഞാൽ അച്ഛൻ വരികയായിരിക്കും. പക്ഷെ അച്ഛൻ്റെ സ്വഭാവം അറിയാലോ, പാവം. ഏതോ ഫ്രണ്ട് വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞ്. അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അച്ഛൻ കുറച്ച് ഹാപ്പി ആവും. അതുപോരെ, നമുക്ക് പോവാം. നീ പറഞ്ഞ ശരിയാ. അച്ഛനിപ്പോൾ സ്വന്തമായിട്ട് ഇഷ്ടങ്ങളൊന്നും ഇല്ലടോ. നമ്മളെന്ത് പറയുന്നു അതിനനുസരിച്ച് വരും. എന്നാലും അച്ഛൻ്റെ സന്തോഷം തന്നെ വലുത്. നമുക്ക് പോവാം. മര്യാദയ്ക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നോ? സിനിമ കാണാൻ പറ്റിയൊരു പ്രായം.
ഏട്ടാ ചേച്ചി എവിടെ? അച്ഛൻ നീയാ? അവിടെ കുളിക്കാടാ. എന്താടാ? അമ്മ ഇപ്പൊ ഹോസ്പിറ്റലിലാ. ഹോസ്പിറ്റലോ? എന്തൊരു? രാവിലെ എനിക്ക് തല ഇറങ്ങി വിറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാം അമ്മനെ. കാര്യം ചെയ്യ്, ചേച്ചിയോട് പറയണ്ട, അവള് പറഞ്ഞ ടെൻഷൻ. വാ നീ വാ. കുഴപ്പമൊന്നുമില്ലല്ലേ? രാവിലെ ഒരു ഫ്രണ്ടിനെ കാണാണ്ട് വേണ്ട വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് നിങ്ങൾ പോയതല്ലേ? ഇപ്പൊ എത്ര മണിക്കൂറായി? അതെങ്ങനെയൊന്നും ചെയ്യാത്ത ആളാണല്ലോ. ഇപ്പൊ എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഹലോ, ആക്ച്വലി ഞാൻ ആരെയും കാണാൻ വേണ്ടി പോയൊന്നുമല്ല. ഓ, അപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് കള്ളവും പറയാൻ തുടങ്ങിയില്ലേ? സത്യം പറ, എങ്ങോട്ട് പോയതാ? എടാ നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ. രാവിലെ നിന്റെ അമ്മയെ ചെറുതായിട്ടൊന്ന് തലയിറങ്ങി വീണിട്ടുണ്ടായിരുന്നു. എന്ത് എന്തൊക്കെയായിട്ട് പറയുന്നത്? എടാ താ പേടിക്കൊന്നും വേണ്ട, അത് പ്രഷർ കുറഞ്ഞതിൻ്റെയാ. ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പൊ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇത് പറയാൻ വേണ്ടി രാവിലെ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തിനാട്ടോ ഇതൊന്നും പറയാണ്ട് ഓരോ കളത്തരമായിട്ട് ഹോസ്പിറ്റലിൽ പോയത്? എടാ അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും പറ്റിയാലേ മക്കളായ നമുക്കത് സഹിക്കാൻ പറ്റുമോ? പെട്ടെന്ന് ആ വാർത്ത കേട്ടാ നീ ചിലപ്പോൾ എങ്ങനെയാ റിയാക്ട് ചെയ്യാന്ന് അറിയില്ല. അതുകൊണ്ടാണ് പറയാണ്ട് പോയത്. പേടിക്കാനൊന്നുമില്ലടോ. ഞാനും അച്ഛൻ കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടേ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. താങ്ക് യു എന്നോ? എടോ ഞാൻ ഇവിടെ ഇല്ലായിട്ട് പോലും എൻ്റെ അച്ഛനെ നീ എത്ര നന്നായിട്ടാണ് നോക്കുന്നത്. എന്നിട്ട് നിന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും പറ്റിയാ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ? അതുകൊണ്ട് താങ്ക് യു. നീ പോയി മാറ്റിയിട്ട് വാ, നമുക്ക് വേഗം പോവാ. ഞാൻ നിങ്ങളെ പണിയെടുപ്പിക്കുന്ന കാര്യം മോനോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ സ്വഭാവം അറിയാലോ. വിളിച്ചു കണ്ടിട്ട് നിങ്ങക്ക് നാളല്ലേ മനുഷ്യ ഭാര്യയും ഭർത്താവും പോകുന്നതിന്റെ ഇടയ്ക്ക് കയറി വരാൻ വേണ്ടിട്ട്? നിങ്ങൾ എവിടേക്കും വരുന്നില്ല, കേട്ടില്ലേ? ഏട്ടൻ ചോദിച്ചാൽ അതെന്നെ പറഞ്ഞാൽ മതി. മര്യാദക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നോ? സിനിമ കാണാൻ പറ്റിയൊരു പ്രായം. എന്താ ഏട്ടാ, വർക്കിന് കയറിയോ? ആ, സുഖമായിരിക്കണോ? അമ്മ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ആ, അച്ഛൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കാം. ശരി ശരി. ഓ, ഈ അച്ഛനെ കൊണ്ട്. അച്ഛാ അച്ഛാ, ഇങ്ങ് തന്നെ എവിടെ? എത്ര പറഞ്ഞാലും അച്ഛന് മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ ഒന്ന് മര്യാദക്ക് നോക്കിയതാണെങ്കിൽ ഇപ്പൊ അച്ഛന് ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഏട്ടനൊന്ന് വന്നോണ്ട് അമ്മ ഇപ്പൊ ഓക്കെ. സോറി അച്ഛാ, അപ്പുറത്തൊരുതിനെ ഞാൻ എന്തൊക്കെയോ ചെയ്ത്. സോറി അച്ഛാ. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. പ്രവാസികളായവർക്ക് നാട്ടിൽ കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സയ്ക്കും അവരുടെ പ്രായമായ മാതാപിതാക്കളുടെ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് നാട്ടിൽ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ 25% വരെ ഡിസ്കൗണ്ടോടുകൂടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്താലും മതി.